നമ്മുടെ ചാനലിന്റെ പേര് തന്നെ വെറൈറ്റി അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി സ്നാക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ട്? ഫുഡ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, യാത്രകൾ ഒരുപാടുണ്ട്. ലക്ഷദ്വീപ് ട്രാവൽ ഉണ്ട്. അപ്പൊ ഇനി നമ്മളെ നോമ്പ് കഴിഞ്ഞാൽ ഇനി ഉടനെ വേറെ ഒരു പുതിയ യാത്രയായിട്ട് ഞങ്ങൾ വരുന്നതാണ് അല്ലേ? ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. സ്വല്പം ഉപ്പും ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചപ്പാത്തി കുഴ രൂപത്തിൽ കുഴക്കുക. ലൂസ് ഒരിക്കലായി പോയത്. ലൂസായി കഴിഞ്ഞാൽ നമ്മളെ ഇത് ക്ലിയർ ആവില്ല. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കുഴച്ചിട്ട് ഒരു മണിക്കൂർ അല്ല 1.5 മണിക്കൂർ അവിടെ അടച്ചു വെക്കുക. നമുക്ക് ഇത് റെഡ് മീറ്റ് ആണ്. നമ്മളെ ബീഫ് നല്ലോണം ഞാൻ മിക്സിയിൽ അരച്ചു വെച്ചതാണ്. പച്ച ബീഫാണ്, വേവിക്കാത്തത്. അതിലേക്ക് ഉപ്പ് സ്വല്പം ഇട്ടിട്ട് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്വല്പം ഗരം മസാലന്റെ പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഈ സമയത്ത് ഇതിന്റെ നമുക്ക് മിക്സ് ഉണ്ടാക്കണം. ഞാൻ ഒരു കോഴിമുട്ട ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് സ്വല്പം ഉപ്പും ചുവന്ന ചില്ലി ഫ്ലേക്സും പിന്നെ സ്വല്പം കുരുമുളകും പിന്നെ 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഴിമുട്ടയും കൂടി ഇനി അതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് എനിക്ക് ഏകദേശം 2 മുട്ടന്റെ അളവ് വേണ്ടി വരുന്നുള്ളതൊക്കെ ഞാനിത് 2 മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്താണ്. അപ്പൊ നമ്മളെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ മൈദന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് തന്നെ ഒന്ന് പരത്തി ഒന്ന് സർക്കിൾ ആക്കാൻ പോവാണ്. ശേഷം അത് സർക്കിൾ എന്നിട്ട് എനിക്ക് മുറിക്കണം, നമ്മളെ അത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മുറിച്ചു. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എൻ്റെ ഇറച്ചി അരച്ചത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഇതൊരു കമ്പി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഹോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. ചെറുമട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ഇത് നമ്മുടെ ബീഫ്. ഇതിനെ ഞാനൊരു 4 പാർട്ടാക്കി വെക്കുന്നുണ്ട്. നമുക്കിത് എളുപ്പത്തിനൊരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ 4 ഭാഗത്തായിട്ട് ഇത് വെക്കുക. ഒന്ന് ഇവിടെ വെക്കുക, ഒന്ന് അവിടെ വെക്കുക, ഒന്ന് അപ്പുറത്ത് വെക്കുക, ഒന്ന് ഇപ്പുറത്ത് വെക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് കംപ്ലീറ്റ് സർക്കിൾ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും വെക്കുക. അതിന്റെ എൻഡിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഫുള്ളായിട്ട് വെക്കണം എന്നില്ല, സ്വല്പം ഗ്യാപ്പ് കൊടുക്കുക. ഇത് നമ്മള് പിസ്സ കട്ടറാണ്. ഇതുകൊണ്ട് ഞാൻ ഇതിനൊരു 8 പീസാക്കി മുറിക്കുന്നുണ്ട്. ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കന് മട്ടന് ഒക്കെ നമുക്ക് അരച്ചിട്ട് ഈ ഒരു പ്രക്രിയ ചെയ്യട്ടോ. ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ആദ്യം നമ്മുടെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിൽ മുക്കുക. എന്നിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഒരു കൈ മുട്ടയിൽ ഉപയോഗിക്കുന്നത് ബ്രെഡ് ഇതിൽ വേറൊരു കൈയും ഉപയോഗിക്കാന്നാണ് ഏറ്റവും ഉത്തമം. ഇതേപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലും തണുപ്പിക്കാൻ വെക്കുകയാണ്. ഇനി നല്ല ചൂടുള്ള എണ്ണയിൽ വെക്കുക. എന്നിട്ട് ചൂടൊന്ന് കുറക്കുക. കാരണം ബ്രെഡ് പൗഡർ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ സ്ലോ ചൂടിൽ ഞാനൊരു 4 പീസാണ് വെക്കുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് പിന്നെ അത് കംപ്ലീറ്റ് കോരി പുറത്തേക്ക് എടുക്കുക. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് കച്ചപ്പ് കൂട്ടിയിട്ട് ഉപയോഗിക്കുക. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ലൂസായി കലക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡ് പൗഡർ ഇതിനുള്ളിൽ ഇങ്ങനെ കുറേ വേസ്റ്റായി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എണ്ണ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ചൂടിൽ തന്നെ വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ബ്ലാക്ക് കളറിലുള്ള കംപ്ലീറ്റ് ഇത് അബ്സോർബ് ചെയ്യും ഈ കോൺഫ്ലവറിന്റെ മിക്സ്. എന്നിട്ട് അത് പുറത്തേക്ക് കളയുക. അപ്പൊ നമ്മളെ എണ്ണയൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.